നമസ്കാരം, ഞാൻ ജ്യോത്സ്യൻ ശ്രീനാഥ്. പെട്ടെന്ന് നമ്മൾ അറിയേണ്ടത് എന്താ പറയുക, ഒരു ജ്യോതിഷത്തിൽ ജാതകം നോക്കുക, എന്താണ് അവരുടെ ഭാവി, കർമ്മം എന്താണ് അവരുടെ യോഗമായിട്ടുള്ളത്, ഇത് മനസ്സിലാക്കണം ഏറ്റവും വലിയ വിഷയം. കാരണം വിദ്യാഭ്യാസത്തിന് മുമ്പുള്ള സമയം, ഇവിടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് നമ്മൾ എന്താണോ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കർമ്മം, ജോലിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, അതിലേക്ക് മാത്രമായിട്ടുള്ള ശ്രദ്ധ നമുക്ക് കേന്ദ്രീകരിക്കാൻ പറ്റും. ഒരു വിശേഷപ്പെട്ട് ഈ കണക്ക് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ BCom മുതലായിട്ടുള്ള വിഷയങ്ങൾ പഠിച്ചിട്ട് ശേഷം ഇതൊരു എൻജിനീയറിംഗ് ഫീൽഡിലേക്കുള്ള ജോലി അല്ലെങ്കിൽ മെക്കാനിക്കൽ വിഭാഗത്തിലേക്കുള്ള ജോലി നമ്മൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്താ ഇതിൻ്റെ ആപത്ത്? താല്പര്യം കൊണ്ടാണ് മെക്കാനിക്കൽ ഏറ്റെടുത്തത്. ഈ താല്പര്യം മുൻകൂട്ടി മനസ്സിലാക്കി കുടുംബവും ഇതിനൊപ്പം പ്രവർത്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് മെക്കാനിക്കലെ ഏറ്റവും നല്ല ഉയരത്തിലെത്തിക്കൂടെ? കേവലം ഒരു ഡിപ്ലോമ പഠിച്ചാലും നമ്മുടെ ജോലിയിൽ നമുക്ക് ഉയരാൻ പറ്റും. നമ്മൾ ചെയ്യാൻ പോകുന്ന കർമ്മത്തിൻ്റെ മേഖലകളിലാണോ നമ്മൾ പഠിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൂടെ? അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിഷയങ്ങൾ കുറേ സംസാരിക്കാറുണ്ട്. ഗ്രഹങ്ങളുടെ ബന്ധങ്ങൾ, ഗ്രഹങ്ങളുടെ സ്വഭാവങ്ങൾ. ഇപ്പോൾ ജ്യോതിഷത്തിൽ തന്നെ ദൃഷ്ടി വിഷയങ്ങളിൽ ജ്ഞാത്യൊരു ഭീഷ നരേന്ദ്ര എന്നുള്ളതായിട്ടുള്ള നിയമങ്ങളെ കൊണ്ട് വിശേഷമായിട്ട് പറഞ്ഞിട്ടുള്ളതല്ലേ? അല്ലെങ്കിൽ തിഗ്മാംശം എന്നുള്ള വിഷയം കൊണ്ടോ നമ്മൾ ഏതെടുത്ത് പരിശോധിച്ചാലും വിശേഷമായിട്ട് പറഞ്ഞിട്ടാണ് എവിടേക്ക് ചിന്തിക്കാം, എങ്ങനെയൊക്കെ പോകുക എന്നുള്ളത്. മറ്റൊടത്തും പറഞ്ഞിട്ടുണ്ട്, അർത്ഥാപ്തിർ എന്നുള്ളതായിട്ടുള്ള വിഷയത്തിലും പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കി വളരെ ഗൂഢമായിട്ടുള്ള രഹസ്യങ്ങളിലൂടെ ജ്യോതിഷം പറഞ്ഞു വെച്ചിട്ടുള്ള വിഭാഗമാണ് കർമ്മം എന്നുള്ളത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ കർമ്മം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യമായിരിക്കും. എപ്പോഴും ശ്രദ്ധിക്കുക, ആ കർമ്മ വിഭാഗം നോക്കുമ്പോൾ വളരെ ശ്രദ്ധയോടും വളരെയധികം ആകാംക്ഷയോടും കൂടി ഇരുന്ന് വളരെ സമയമെടുത്ത് ഒരു തീരുമാനത്തിലെത്തണം. തിരക്ക് കൂട്ടിയെടുക്കേണ്ട തീരുമാനമില്ല. ജ്യോതിഷം അതൊരു പ്രത്യേക ശാസ്ത്രം തന്നെയാണ്. ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ ഈശ്വരന്മാരുടെ അനുഗ്രഹം കൊണ്ട് ഭാവി പ്രവചിക്കാൻ സാധിക്കുന്ന വലിയ മേഖല തന്നെയാണ്. അതിനതിൻ്റേതായിട്ടുള്ള സമയം കൊടുക്കണം ഏത് ഫലപ്രവചനത്തിനും. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഭാവി എന്നുള്ളത് വളരെയധികം വലിയൊരു വിഷയമാണ്. അവിടെ ഗ്രഹങ്ങൾ കേവലം ഒരു ഗ്രഹം നിന്നതുകൊണ്ടോ കേവലം മറ്റൊരു ഗ്രഹത്തിൻ്റെ ദൃഷ്ടിയോ മാത്രമല്ല, അനേക ഗ്രഹങ്ങളുടെ കൂട്ടായ സമ്പർക്കം ആ ഭാവത്തിലേക്കോ ഭാവാധിപനോ ഉണ്ടോ എന്ന് നോക്കി ഒരു കർമ്മം നിശ്ചയിക്കണം. ആ കർമ്മത്തിൻ്റെ സ്വഭാവം എന്നുള്ളത് നിങ്ങളുടെ ജീവിതം തീരുമാനമെടുക്കാൻ പോകുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ആ കർമ്മം മുൻകൂട്ടി തീരുമാനമെടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ ചെയ്യാം. നിങ്ങളുടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഏതിലൊക്കെയാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിട്ടുള്ളത്, അത് മനസ്സിൽ വെക്കണം. അതൊന്ന് മനസ്സിലൊന്ന് അനലൈസ് ചെയ്തിട്ട് ഈ ജ്യോതിഷം നോക്കുന്ന ജ്യോത്സ്യനോട് അദ്ദേഹത്തിൻ്റെ ഫലം പറഞ്ഞതിന് ശേഷം ഇതൊന്ന് പറഞ്ഞു കൊടുക്കുക. ഇന്ന മേഖലകളിൽ ഞാൻ പല ഘട്ടങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ജ്യോതിഷത്തിൽ തന്നെ ഓട്ടോമാറ്റിക്കലി വരും. അപ്പം അതിന് വ്യക്തമായിട്ട് ആലോചിച്ചൊരു തീരുമാനം പറയാം. അപ്പോൾ ജാതകത്തിൻ്റെ ഒരു ഗ്രഹസ്ഥിതിയും കൂടെ അനുസരിച്ച് ഈ ജ്യോത്സ്യന് വളരെ കൃത്യമായിട്ടൊരു തീരുമാനം അതിൽ എടുക്കാനായിട്ട് സാധിക്കും. അത് നിങ്ങളുടെ ഭാവിയിൽ ഏറ്റവും വലിയ ഗുണം ചെയ്യും. ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യൂ, നിങ്ങൾക്ക് വളർച്ചയുണ്ടാവും. നമസ്കാരം.